ഹായ് ഫ്രണ്ട്സ്, ലേണിനോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കുറച്ച് GK ഷോർട്സും കറണ്ട് അഫേഴ്സുമാണ്. അപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന കുറേ ഇൻഫർമേഷൻസാണ് ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോക നാദ ചികിത്സാ ദിനം. ലോക നാദ ചികിത്സാ ദിനം, അതായത് വേൾഡ് സൗണ്ട് ഹീലിംഗ് ഡേ ആയിട്ട് എന്നാണ് ആചരിക്കുന്നത്? ഫെബ്രുവരി 14 ഇത് ഫെബ്രുവരി 14, 2024. ഫെബ്രുവരി 14 മുതൽ ഈ 2024 ഫെബ്രുവരി 14 തൊട്ടാണ് ലോക നാദ ചികിത്സാ ദിനം എന്ന് അറിയപ്പെടുന്നത്, ഇല്ലേ? അപ്പോൾ ഫെബ്രുവരി 14 വേറെ ഇമ്പോർട്ടൻസ് ഏതൊക്കെയാണ്? നമുക്ക് നോക്കിയാലോ. ഇന്റർനാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്, ലൈബ്രറി ലവേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്, അതുപോലെ ലവേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്, നാഷണൽ ഡോണർ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട്, ഇല്ലേ? ഫെബ്രുവരി 14 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് വാലന്റൈൻസ് ഡേ ആണ്. അതുപോലെ തന്നെ പിന്നെ ബ്ലാക്ക് ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ബ്ലാക്ക് ഡേ ആയിട്ട് ആചരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത്? പുൽവാമ അറ്റാക്ക്, ഇല്ലേ? പുൽവാമ ടെററിസ്റ്റ് അറ്റാക്കിൽ കുറേ ജവാന്മാർ, 40 CRPF ജവാന്മാർ മരണപ്പെടുകയുണ്ടായി, ഇല്ലേ? കൊല്ലപ്പെടുകയുണ്ടായി. അതുകൊണ്ട് അത് ഫെബ്രുവരി 14 നമ്മൾ എന്തായിട്ടും ആചരിക്കുന്നു? ഒരു ബ്ലാക്ക് ഡേ ആയിട്ടും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഫെബ്രുവരി 14 എന്തായിട്ടാണ് 2024 മുതൽ നാദ ചികിത്സാ ദിനം, അതായത് വേൾഡ് സൗണ്ട് ഹീലിംഗ് ഡേ എന്നൊരു പ്രത്യേകത കൂടി ഫെബ്രുവരി 14 അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ഡേയ്സ്? ഫെബ്രുവരി 14 ഇന്റർനാഷണൽ ബുക്ക് ഗിവിംഗ് ഡേ ആണ്, ലൈബ്രറി ലവേഴ്സ് ഡേ ആണ്, നാഷണൽ ഡോണർ ഡേ ആണ്, ചോക്ലേറ്റ് ഡേ ആണ്, അതുപോലെ വാലന്റൈൻസ് ഡേ ആണ്. പിന്നെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ എന്തായിട്ട് ആചരിക്കുന്നു? ഡെഡ് ലൈൻ ഓഫ് ടെററിസ്റ്റ് അറ്റാക്ക്, അതായത് ബ്ലാക്ക് ഡേ ആയിട്ടും ആചരിക്കുന്നു, ഇല്ലേ? പുൽവാമ അറ്റാക്കിൽ കുറേ സൈനികർ വീരമൃത്യു വരിക്കുകയുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്ക് ബ്ലാക്ക് ഡേ ആയിട്ടും ഫെബ്രുവരി 14 നമ്മൾ ആചരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ്? ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ്? ഡൽഹിയാണ് ഉത്തരം. ഡൽഹിയാണ് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യമായിട്ട് ബസ് യാത്ര അനുവദിച്ച നഗരം. ഡൽഹിയിൽ ഉള്ള ട്രാൻസ്ജെൻഡർക്ക് സൗജന്യമായിട്ട് ബസ്സിൽ യാത്ര അനുവദിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ്, ട്രാൻസ്ജെൻഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ UPSCയിലായാലും PSCകളിലായാലും റെയിൽവേയിലായാലും എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ സ്കീമും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രാൻസ്ജെൻഡേഴ്സിനായിട്ട് ഗവൺമെൻറ് കുറേ സ്കീംസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു സ്കീമാണ് സ്മൈൽ എന്ന് പറയുന്നത്. സ്മൈൽ എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എൻ്റർപ്രൈസ്. അതായത് സ്മൈൽ എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനും അതുപോലെ തന്നെ വേറെ ബഗേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സ്കീമാണ്. അതായത് പറഞ്ഞാൽ ദ സ്മൈൽ സ്കീം ഫോക്കസസ് ഓൺ റിഹാബിലിറ്റേഷൻ, പ്രൊവിഷൻ ഓഫ് മെഡിക്കൽ ഫെസിലിറ്റീസ്, കൗൺസിലിംഗ്, ബേസിക് ഡോക്യുമെൻറ്റേഷൻ, എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെൻറ്റ്, എക്കണോമിക് ലിങ്കേജസ് എക്സെട്ര. ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആദ്യമായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് സ്മൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു സ്കീം എന്ന് പറയുന്നത് PM ദക്ഷ്. PM ദക്ഷ് എന്ന് പറയുന്നത് ഈസ് എ സ്കിൽ ഡെവലപ്മെൻറ്റ് സ്കീം ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്. ഇത് മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളതാണ് PM ദക്ഷ് എന്ന് പറയുന്ന സ്കീമാണെന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ട്രെയിനിങ് കാണും, അപ്സ്കില്ലിംഗ് ആൻഡ് റീസ്കില്ലിംഗ് കാണും, ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കാണും. അങ്ങനെ കുറേ സ്കീംസൊക്കെ PM ദക്ഷിൽ വരുന്നുണ്ട്, ആ സ്കീമിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഒരു സ്കീം എന്ന് പറയുന്നത് ഏതെന്ന് പറഞ്ഞാൽ ഗരിമാഗ്രഹം എന്ന് പറയുന്ന ഒരു സ്കീമാണ്. ഗരിമാഗ്രഹം എന്ന് പറയുന്നത് ഷെൽട്ടർ ഹോം ഫോർ ട്രാൻസ്ജെൻഡേഴ്സ് ആണ്. ഗരിമാഗ്രഹം എന്ന് പറയുന്നത് ഷെൽട്ടർ ഹോം ഫോർ ട്രാൻസ്ജെൻഡേഴ്സ്, ആ ഫെയിം കൊടുക്കുകയാണ് അവർക്ക്. അപ്പം ഗരിമാഗ്രഹ ഷെൽട്ടർ ഹോം ഫോർ ട്രാൻസ്ജെൻഡർ പേഴ്സൺ ഈസ് എ പൈലറ്റ് സ്കീം ഓഫ് ദ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെൻറ്റ് ടു പ്രൊവൈഡ് ഷെൽട്ടേഴ്സ് ടു
ട്രാൻസ്ജെൻഡർ പേഴ്സൺസിന് ഒരു പിന്നെ അഭയം കൊടുക്കുന്ന ഒരു സ്കീമാണ് എന്തെന്ന് പറയുന്നത്, ഗരിമ ഗൃഹം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സ്കീമാണ്? സ്മൈലുണ്ട്, പിന്നെ PM ദക്ഷ ഉണ്ട്, അതുപോലെ തന്നെ ഗരിമാഗ്രഹമുണ്ട്. ഇങ്ങനെ 3 സ്കീം, കുറേ സ്കീംസ് ഒക്കെ ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് സൗജന്യ ബസ് യാത്ര അനുവദിച്ച നഗരം ഏതാണ്? ഡൽഹിയാണ്. അത് മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3ാമത്തെ ക്വസ്റ്റ്യൻ. 1 കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി നടപ്പാക്കാനുള്ള സൗജന്യ സബ്സിഡി വൈദ്യുത പദ്ധതി എന്തെന്നറിയപ്പെടുന്നു? 1 കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി നടപ്പാക്കാനുള്ള സൗജന്യ സബ്സിഡി വൈദ്യുത പദ്ധതി എന്തെന്നറിയപ്പെടുന്നു? പ്രധാനമന്ത്രി സൂര്യഭവനം, അതായത് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നും അറിയപ്പെടുന്നു. നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്നും ഈ പദ്ധതി അറിയപ്പെടുന്നു. അപ്പോൾ ഇത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ്. ഈ ഫെബ്രുവരിയിലാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് പുരപ്പുറ സോളാർ പദ്ധതിയാണ്, പുരപ്പുറ സൗരോർജ്ജ പദ്ധതിയാണ്. ഇതിനെന്തെന്നറിയപ്പെടുന്നു? PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നു. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ കൂടുതൽ സുസ്ഥിര വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് 75,000 കോടിയിലധികം രൂപ മുതൽ മുടക്കുള്ള ഈ പദ്ധതി 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകി ഫ്രീ ആയിട്ട് പ്രതിമാസം നൽകി 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകി 1 കോടി കുടുംബങ്ങളെ ദീപ്തമാക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സൂര്യഭവനം എന്നറിയപ്പെടുന്നത്. ഇതിന് എന്താ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകുന്ന സബ്സിഡികൾ മുഖേനയോ അല്ലെങ്കിൽ ബാങ്ക് വായ്പകൾ നൽകിയോ എന്ത് ചെയ്യുന്നു? കേന്ദ്ര ഗവൺമെൻറ് പിന്നെ ഇവർക്ക് സൗജന്യമായിട്ട് സൗരോർജ്ജം സംവിധാനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ഒക്കെ നൽകും. അതുപോലെ തന്നെ കുറഞ്ഞ വൈദ്യുതി ബില്ലുകൾ, കൂടുതൽ വരുമാനം, അതുപോലെ ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് എന്ത് കാരണമാകും? പ്രധാനമന്ത്രി സൂര്യഭവനം അല്ലെങ്കിൽ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന പര്യാപ്തമാക്കും അല്ലേ? അപ്പം സൗജന്യമായിട്ട് പുരപ്പുറ സൗരോർജ്ജ പദ്ധതി ലഭ്യമാക്കുന്നതിനുള്ള പ്രധാനമന്ത്രിയുടെ പുതിയ ഒരു സ്കീമാണ് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അതായത് PM സൂര്യഭവനം എന്നറിയപ്പെടുന്നത്. ഇത് മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫെബ്രുവരിയിൽ വന്നിരിക്കുന്ന ഒരു കറണ്ട് അഫെയർ ആണ്. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന, അതായത് പ്രധാനമന്ത്രി സൂര്യഭവനം എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ശതാബ്ദി ആഘോഷിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ശതാബ്ദി ആഘോഷിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? വാഗ്ഭടാനന്ദനാണ് അല്ലേ? വാഗ്ഭടാനന്ദനാണ് ഇപ്പോൾ ശതാബ്ദി ആഘോഷിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇല്ലേ? വാഗ്ഭടാനന്ദന് PSCയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേറൊരു പേരെന്താണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു അല്ലേ? വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ 20ാം ശതകത്തിൽ കേരളത്തിലുണ്ടായ നവോത്ഥാനത്തിൽ പ്രധാന പങ്ക് വഹിച്ച പ്രമുഖ ആത്മീയ ആചാര്യന്മാരിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത്. ചിലർ വാഗ്ഭടാനന്ദ ഗുരു എന്നും വിളിച്ചിരുന്നു. അതുപോലെ തന്നെ വാഗ്ഭടാനന്ദൻ എവിടുത്തെ ഒരു പ്രധാന സാമൂഹിക പരിഷ്കർത്താവായിരുന്നു? മലബാറിലെ വളരെ പ്രധാനമായ ഒരു പങ്കുവഹിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഹിന്ദു മതത്തിനുള്ളിൽ നിലനിന്നിരുന്ന അന്ധവിശ്വാസങ്ങളെയൊക്കെ ഇല്ലായ്മ ചെയ്ത് അതിലെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്? വാഗ്ഭടാനന്ദൻ അല്ലെങ്കിൽ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് 1917 ഇദ്ദേഹം ആത്മവിദ്യാസംഘം എന്ന് പറയുന്ന ഒരു സംഘടന സ്ഥാപിച്ചു. ഇതെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയ്ക്കും അനാചാരങ്ങൾക്ക് എതിരെയും ഉള്ള പോരാട്ടമാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാനമായിട്ടുള്ള
സ്ഥാപനത്തിൽ പങ്കുവച്ചത്. ഇതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരെയുള്ള വാഗ്ഭടാനന്ദ ഗുരുവും അതുപോലെ തന്നെ കറപ്പയിൽ കണാരൻ മാസ്റ്ററും അങ്ങനെ കുറേ സാമൂഹിക പരിഷ്കർത്താക്കൾ ചേർന്നാണ് എന്ത് സ്ഥാപിച്ചത്? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അതുപോലെ തന്നെ ഇവർ ഊരാളുങ്കൽ ഐക്യനാണയ സംഘം, അതാണ് നമ്മളിപ്പോൾ പറയുന്നത്, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്നൊരു കാർഷിക ബാങ്ക് കൂടി സ്ഥാപിച്ചു. അതുപോലെ തന്നെ പിന്നീട് ഇവർ ആദ്യം സ്ഥാപിച്ചത് ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന് പറഞ്ഞൊരു കാർഷിക ബാങ്കാണ്. പിന്നീട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് അത് രൂപപ്പെട്ടു. അപ്പോൾ ആദ്യം ഈ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ മുൻഗാമി എന്ന് പറയുന്നത് ഏതാണ്? ഐക്യനാണയ സംഘം. ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്നൊരു കാർഷിക ബാങ്ക് ആയിരുന്നു. അത് പിന്നീട് എന്തായിട്ട് രൂപപ്പെട്ടു? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആയിട്ട് രൂപപ്പെട്ടു ഇല്ലേ? അപ്പം ഇപ്പോൾ അത് നമ്മുടെ വലിയൊരു ഐക്യനാണയ സംഘം ആയിട്ട് ഇപ്പോൾ നമ്മുടെ ആരംഭിച്ച സംഘമാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികളിൽ ഒന്നായിട്ട് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇല്ലേ? അപ്പോൾ അത് സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പോൾ പിന്നൊരു ക്വസ്റ്റ്യനും കൂടെ ഇദ്ദേഹത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഈ ആത്മവിദ്യാസംഘം ഇദ്ദേഹം സ്ഥാപിച്ചതല്ലേ 1917. അപ്പോൾ ആ ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു PSC ക്വസ്റ്റ്യൻ ആണ്. അഭിനവ കേരളമാണ്. അത് മറക്കരുത്, അതും കൂടെ എഴുതി വെക്കുക. അഭിനവ കേരളമാണ് എന്തെന്ന് പറയുന്നത്? ഈ ആത്മവിദ്യാസംഘം, അതായത് വാഗ്ഭടാനന്ദൻ 1917 സ്ഥാപിച്ച അഭിനവ കേരളം എന്നതാണ് ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം. 1917 സ്ഥാപിച്ച ആത്മവിദ്യാസംഘത്തിൻ്റെ മുഖപത്രം എന്താണ്? അഭിനവ കേരളം. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ പോയിന്റ്സ് പറഞ്ഞു. എന്തൊക്കെയാണ് ഒന്നുകൂടെ പറയാം. വാഗ്ഭടാനന്ദൻ എന്ത് സ്ഥാപിച്ചു? വാഗ്ഭടാനന്ദൻ ആരായിരുന്നു? മലബാറിലെ ഒരു സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരു പ്രധാനിയായിരുന്നു, ആത്മീയ ആചാര്യനായിരുന്നു. 1885 ഏപ്രിൽ 27 അദ്ദേഹം ജനിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ വൈരേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നറിയപ്പെടുന്നു. ചിലരെന്ത് പറയുന്നു? വാഗ്ഭടാനന്ദ ഗുരു എന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ പല പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. പിന്നെ അദ്ദേഹം 1917 എന്ത് സ്ഥാപിച്ചു? ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. അതിൻ്റെ മുഖപത്രം എന്താണ്? അഭിനവ കേരളമാണ്. പിന്നെ അദ്ദേഹം സ്ഥാപിച്ചത് എന്താണ്? ഊരാളുങ്കൽ കർഷക ബാങ്ക് അല്ലേ? ഊരാളുങ്കൽ കാർഷിക ബാങ്ക്, ഊരാളുങ്കൽ ഐക്യനാണയ സംഘം എന്ന് പറയുന്ന ഒരു കാർഷിക ബാങ്ക് സ്ഥാപിച്ചു. അത് പിൽക്കാലത്ത് എന്തെന്നറിയപ്പെട്ടു? ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന് അറിയപ്പെടുന്നു. ഇതുവരെ മറക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അപ്പം വാഗ്ഭടാനന്ദനെ കുറിച്ച് കുറേ ഡീറ്റെയിൽസ് പറഞ്ഞല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ആരാണ്? പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് ശ്രീകുമാരൻ തമ്പിസാറാണ് അല്ലേ? ശ്രീകുമാരൻ തമ്പിസാറിനാണ് ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത്. അദ്ദേഹം ആരാണ്? മലയാള സിനിമയിലെ ഗാനരചയിതാവും ഒരു ബഹുമുഖ പ്രതിഭയുമാണ് ശ്രീകുമാരൻ തമ്പിസാർ. അദ്ദേഹം കവി, നോവൽ രചയിതാവ്, ചലച്ചിത്ര ഗാനരചയിതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, സംഗീത സംവിധായകൻ, ടെലിവിഷൻ നിർമ്മാതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം അതുപോലെ തന്നെ കുറേ അവാർഡിനും പുരസ്കാരങ്ങൾക്കും ഒക്കെ അർഹനായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അവാർഡുകളെ കുറിച്ച് നമുക്കൊന്ന് പറയാവേ. 2019 തകഴി സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2019 തന്നെ ഓച്ചിറ ശങ്കരൻകുട്ടി സാഹിത്യ പുരസ്കാരവും 2020 പത്മപ്രഭ സാഹിത്യ അവാർഡിനും അദ്ദേഹം അർഹനായി. 2023 തെക്കനപ്പൻ പുരസ്കാരത്തിനും 2023 തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും സംയുക്തമായി ഏർപ്പെടുത്തിയ ഹരിവരാസനം അവാർഡ് ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിസാറിനാണ്. മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കേരള സർക്കാരും സംയുക്തമായി ഏർപ്പെടുത്തിയ ഹരിവരാസനം അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിസാറിനാണ്. അതുപോലെ തന്നെ 2023 47ാമത് വയലാർ പുരസ്കാരം
വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി സാറിനാണ്. 47ാമത് വയലാർ അവാർഡിന് അർഹനായത് ആരാണ്? ശ്രീകുമാരൻ തമ്പി സാറാണ്. അത് മറക്കരുത്. അപ്പോൾ ഹരിവരാസന പുരസ്കാരം, വയലാർ അവാർഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ 2023 അത് നോട്ട് ചെയ്ത് വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് നടന്നതുകൊണ്ട് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് മറക്കാതിരിക്കുക. ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി സാറിനാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിക്കാനൊരുങ്ങുന്ന കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഏതാണ് ആൻസർ? ഇൻസാറ്റ് 3DS. മറക്കരുത്. ഇൻസാറ്റ് 3DS കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഫെബ്രുവരി 17-നാണ് അതിൻ്റെ വിക്ഷേപണം നടന്നിട്ടുള്ളത്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നായിരുന്നു. GSLV F-14 റോക്കറ്റാണ് പിന്നെ ഇൻസാറ്റ് 3DS എന്ന ഉപഗ്രഹവുമായിട്ട് കുതിച്ചത്. ഇൻസാറ്റ് 3D നിലവിലുള്ള ഇൻസാറ്റ് 3D, ഇൻസാറ്റ് 3DR ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള അത്യാധുനിക കാലാവസ്ഥാ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ കാലാവസ്ഥാ പ്രവചനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ വിപുലമാക്കുന്നതിനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ദുരന്ത മുന്നറിയിപ്പ് നൽകുന്നതും പിന്നെ ലക്ഷ്യമിട്ട് സമുദ്ര ഉപരിതലങ്ങൾ നിരീക്ഷിക്കുന്നതിന് ഇൻസാറ്റ് 3DSൻ്റെ വരവോടെ ഭയങ്കരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് ISRO അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച പിന്നെ ഏതാണ് കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് 3DS. അത് ഏതാണ്? വാഹനം ഏതാണ്? GSLV F-14 സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ഫെബ്രുവരി 17 5:35 വിക്ഷേപണം നടന്നിട്ടുള്ളത്. മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരിയിൽ MK അർജുനൻ പുരസ്കാരത്തിന് അർഹനായത് ആര്? 2024 ഫെബ്രുവരിയിൽ MK അർജുനൻ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം ജെറി അമൽദേവ് ആണ്. ജെറി അമൽദേവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനാണ്. അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്തെ ഒരു പ്രശസ്ത സംഗീത സംവിധായകനാണ് അല്ലേ? പ്രശസ്ത സംഗീത സംവിധായകനാണ് ആര്? ജെറി അമൽദേവ്. അദ്ദേഹം കുറേ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനകത്ത് മിഴിയോരം നനഞ്ഞൊരുകും, അങ്ങനെ കുറേ മഞ്ചാടിക്കുന്നിൽ, അതുപോലെ ആളൊരുങ്ങി അരങ്ങൊരുങ്ങി, അങ്ങനെ കുറേ ഗാനങ്ങൾ, ഹിറ്റ് ഗാനങ്ങളുടെ സംഗീത സംവിധായകനാണ്. അപ്പോൾ അത് ഓർത്തിരിക്കുക. 2024 ഫെബ്രുവരിയിൽ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്, റീസെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MK അർജുനൻ പുരസ്കാരത്തിന് അർഹനായത് ജെറി അമൽദേവ്. മറക്കാതെ ഇരിക്കുക. അടുത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആണ്. 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. UAEയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം, UAEയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം ഏതാണ്? ഉത്തരം ഏതാണ്? ബാബ്സ് ഹിന്ദു ക്ഷേത്രം. അതിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അബുദാബിയിലെ കൂറ്റൻ ഹിന്ദു ക്ഷേത്രം ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 14-ാം തീയതി ഉദ്ഘാടനം ചെയ്തു അല്ലേ? ഫെബ്രുവരി 14-ാം തീയതി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ അത് എത്ര ഏക്കറിലാണ്? 27 ഏക്കർ സ്ഥലത്താണ് അത് പണികഴിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാക്ഷേത്രമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ശിലാക്ഷേത്രമാണിത്. അതുപോലെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും UAEയുടെയും ഐഡൻറ്റിറ്റിയുടെയും സവിശേഷമായ മിശ്രിതമാണ് ഈ ക്ഷേത്രം. അപ്പം മറക്കരുത്, ബാബ്സ് ഹിന്ദു ക്ഷേത്രമാണ് UAEയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്വകാര്യ മേഖലയിൽ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനം ഏതാണ്? സ്വകാര്യ മേഖലയിൽ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അത് മറക്കരുത്. അതായത് സ്വകാര്യ മേഖലയിൽ ക്ഷയരോഗ നിവാരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ഏകോപിപ്പിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഫേമസ് ആയത് ഏതാണ്? കേരളം ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ദത്താജി റാവു ഗെയ്ക്വാദ്. ഗെയ്ക്വാദ് ആണ് അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത്. അല്ലേ, ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരായിരുന്നു? ഈയിടെ അന്തരിച്ച ഗെയ്ക്വാദ്. മറക്കരുത്, ഒരു കറണ്ട് അഫെയർ ആണ്. അടുത്തത് നോക്കാം. ഈയിടെയായിട്ട് വന്ന ഒരു ഡേ ആണ്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോക ഹിപ്പോ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ലോക ഹിപ്പോ ദിനം ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 15 ആണ് വേൾഡ് ഹിപ്പോ ഡേ ആയിട്ട് ആചരിക്കുന്നത്. മറക്കരുത്, വേൾഡ് ഹിപ്പോ ഡേ ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 15. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ആരാണ്? ഉത്തരം വി ഹരിനായർ ആണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് ചുമതലയേറ്റത്. അതായത് കേരള സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നമ്മളുടെ ഇൻഫർമേഷൻ ഓഫീസറായിട്ട് ചുമതലയേറ്റത് ആരാണ്? വി ഹരിനായർ ആണ്. അദ്ദേഹം ആരുടെ റിട്ടയർമെൻറ്റ് മുഖാന്തരമാണ് അടുത്തതായിട്ട് ചുമതലയേറ്റത്? വിശ്വാസ് മേത്തയായിരുന്നു ഇതുവരെ നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ, അല്ലേ? അദ്ദേഹം റിട്ടയർ ആയതിനെ തുടർന്നാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് വി ഹരിനായർ ചുമതലയേറ്റത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഏകദിന തിരഞ്ഞെടുപ്പ് നടന്ന രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഏകദിന തിരഞ്ഞെടുപ്പ് നടന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകദിന തിരഞ്ഞെടുപ്പ് നടന്ന രാജ്യം എന്നറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകദിന തിരഞ്ഞെടുപ്പ് നടന്ന രാജ്യം എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അടുത്തിടെ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം എന്ന് പ്രശസ്തി നേടിയത് ഏത് രാജ്യമാണ്? അടുത്തിടെ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? USA ആണ്, അല്ലേ? USA ആണ് അടുത്തിടെ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്ത രാജ്യം. അതെന്ന് പറയുന്നത് 50+ മില്യൺ പീപ്പിൾസിനെയാണ് പിന്നെ 14ാമത്തെ സെഞ്ച്വറിയിൽ പിന്നെ കൊന്നൊടുക്കിയത് ഈ ബ്യൂബോണിക് പ്ലേഗ് വന്നിട്ട്. അത് പിന്നെയും ഇപ്പം പ്രത്യക്ഷപ്പെട്ടത് എവിടെയാണ്? USA-യിലാണ്, അല്ലേ? അതും ഒരു കറണ്ട് അഫെയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? അതായത് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എ-ഹെൽപ്പ് എന്നറിയപ്പെടുന്നത്. എ-ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്രഡിറ്റഡ് ഏജന്റ് ഫോർ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ പ്രോഗ്രാം. അക്രഡിറ്റഡ് ഏജന്റ് ഫോർ ഹെൽത്ത് ആൻഡ് എക്സ്റ്റൻഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷൻ പ്രോഗ്രാം എന്നാണ് എ-ഹെൽപ്പിൻ്റെ ഫുൾ ഫോം. എ-ഹെൽപ്പ് എന്ന് പറയുന്നത് എന്താണ്? മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ കുടുംബശ്രീയുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എ-ഹെൽപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളത്തിന്റെ പേര് എന്താണ്? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളം ഏതാണ്? INS ജഡായു ആണ് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവിക താവളം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ട് വേദി ഏതാണ്? എവിടെയായിരുന്നു? 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിൻ്റെ പേരെന്താണ്? വർണ്ണപ്പകിട്ട് എന്നായിരുന്നു. അതിൻ്റെ വേദി എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എവിടെയായിരുന്നു അതിൻ്റെ വേദി? തൃശ്ശൂരായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത്, ഇല്ല? 2024 സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിൻ്റെ വേദി എവിടെയായിരുന്നു എന്നാണ് ചോദ്യം. തൃശ്ശൂരാണ്. അതൊരു കറണ്ട് അഫെയർ ആണ്, അതും ഇമ്പോർട്ടൻ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകാൻ പോകുന്നത് ഏതാണ്? ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകാൻ പോകുന്നത് ഏതാണ്? കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ആണ് ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യ വിമാനത്താവളം ആകാൻ പോകുന്നത്.
അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യത്തിന്റെ പേരെന്താണ്? നോവ സി എന്നതാണ് 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യം. നോവ സി ഇമ്പോർട്ടൻ്റ് ആണ്. നോവ സി ആണ് 2024 ഫെബ്രുവരിയിൽ നാസ ആരംഭിച്ച സ്വകാര്യ ചാന്ദ്ര ദൗത്യം. നോവ സി. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം എന്ത് പേരിൽ അറിയപ്പെടുന്നു? 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ജയ്വാൻ ആണ് ആൻസർ. ജയ്വാൻ ആണ് 2024 ഫെബ്രുവരിയിൽ നിലവിൽ വന്ന UAEയുടെ ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം. ജയ്വാൻ ആണ്, മറക്കരുത്. ഇതെല്ലാം കറണ്ട് അഫെയറും ഉണ്ട്, കുറേ GK ഉണ്ട്, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ അഡീഷണൽ ഇൻഫർമേഷൻസും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വീഡിയോ കാണുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഴുതി വെക്കുക. അടുത്ത കുറേ കറണ്ട് അഫെയർസും GK ഷോർട്സുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.